ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇതാണ് ഈ മാസം സ്റ്റാർട്ടിങ്ങിൽ വന്ന നമ്മുടെ ഫോഴ്സ് ഗൂർഖയുടെ 5 ഡോർ മോഡലിൻ്റെ ഒരു ടീസർ ഇമേജ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരൊറ്റ ഫോട്ടോ മാത്രമേ അവർ ആ സമയത്ത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ മാത്രം കാണിക്കുന്ന രീതിയിലുള്ള ഒരു പിക്കാണ്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ഡാർക്ക് ഒരു തീമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയപ്പോഴാണ് ഇങ്ങനെ ആയത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഫൈനലി ഈ വാഹനത്തിനെ കുറച്ചും കൂടെ റിവീൽ ചെയ്തിട്ടുള്ള ഒരു ടീസർ കൂടി അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ആ വണ്ടിയുടെ ഡിസൈനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീസർ, ഈ വാഹനത്തിൻ്റെ 5 ഡോർ വേർഷൻ്റെ. ഇത് പോസ്റ്റ് തന്നെ പുറത്തു വിട്ടിട്ടുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ സിമിലർ ആയിട്ട് തോന്നും. ഇപ്പം മൊത്തത്തിലുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അധികം മാറ്റങ്ങൾ വരുത്താതെ തന്നെയാണ് അവർ ഈ ഒരു 5 ഡോർ മോഡലിലേക്ക് ഉള്ളൊരു സംഭവം പിടിച്ചിരിക്കുന്നത്. പിന്നെ ഗൂർഖയുടെ 3 ഡോർ മോഡൽ ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് നമ്മുടെ BS6.2 അപ്ഡേറ്റ് വന്ന സമയത്ത് അവർ നിർത്തിയായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് നമുക്ക് ഗൂർഖ ഇപ്പോൾ സെയിലില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ 5 ഡോർ മോഡലിൻ്റെ കൂടെ ആയിരിക്കും 3 ഡോർ മോഡലും കൂടി അവർ ഇറക്കാൻ പോകുന്നത്. അതായത് 2.6 FMCR എന്ന് പറയുന്ന അവരുടെ ഡീസൽ എഞ്ചിൻ, അത് BS6.2 അപ്ഡേറ്റിലേക്ക് കംപ്ലൈ ചെയ്തായിരിക്കും ഇനി വരുന്നത്. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് എമിഷൻ നോംസ്. പിന്നെ ബാക്കി ഇപ്പം ഡിസൈൻ വൈസ് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഈ വാഹനത്തിൽ ഓൾറെഡി നമുക്ക് പണ്ടിറങ്ങിയ സമയത്ത് LED ഹെഡ്ലാമ്പ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അതിപ്പോഴും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആ ഒരു വട്ടത്തിലുള്ള DRLs ഒക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. DRLs കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്ലേസ്മെൻ്റ് ഒന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും ആ ഒരു ഹെഡ്ലാമ്പ്സിൻ്റെ മുകളിൽ G-Wagon ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണുള്ളത്. പിന്നെ അലോയ് വീൽസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഗൂർഖ 3 ഡോർ ആദ്യം ഇറങ്ങിയ സമയത്ത് പഴയ ഗൂർഖയിൽ ഉണ്ടായിരുന്ന അതേ അലോയ് വീൽസ് ആയിരുന്നു അവർ അതിൻ്റെ അകത്ത് ഓപ്ഷണലായിട്ട് കൊടുത്തത്. പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മോഡൽസിലും ഈ ഒരു അലോയ്സ് ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനുള്ള ഒരു അലോയ് വീലാണ്, മൾട്ടി സ്പോക്ക് വീൽസാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ആ ഒരു നമുക്ക് സിൽവർ തീമാണ് ബേസിക്കായിട്ട് പിടിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഒന്നുമല്ല, കൈൻഡ് ഓഫ് ഡ്യുവൽ ടോൺ ആണെന്ന് പറയാം, ബ്ലാക്ക് ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ഓഫ് റോഡൊക്കെ പോകുന്ന വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈ പ്രൊഫൈൽ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ടയർ പെട്ടെന്ന് പൊട്ടുന്ന പ്രശ്നമൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു 3 ഡോർ ഗൂർഖയായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇതിനകത്തും ഗൂർഖ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങുള്ള ഗ്രില്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ആ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെ സെൻട്രലായിട്ട്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സെയിം സംഭവം തന്നെയാണ്. ഈ വാഹനത്തിൽ നമുക്ക് ഇപ്പോഴും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ അവരൊരു സ്നോർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷണൽ സ്നോർക്കിളാണ്. നിങ്ങളിപ്പം വെള്ളത്തിൽ കൂടെയൊക്കെ ഒരുപാട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അത് നമുക്ക് റിയൽ ലൈഫിൽ യൂസബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മറ്റ് കമ്പനികളൊന്നും അങ്ങനെ സ്റ്റോക്കായിട്ട് കൊടുക്കാറില്ല, കമ്പനി ഫിറ്റഡ് ആയിട്ട്. പിന്നെ റിയർ പ്രൊഫൈലിലോ അല്ലെങ്കിൽ റിയർ ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈനിലോ ഒന്നും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ആ ഒരു ട്രാവലറൊക്കെ പോലെ ഇരിക്കുന്ന ടെയിൽ ലാമ്പ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഫുള്ളി ഹാലജൻ ആണ്. ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് LED ലൈറ്റ്സ് ഇതിനകത്ത് വരുന്നുള്ളൂ. ബാക്കിൽ ശരിക്കും ആ ടെയിൽ ലാമ്പ്സ് ഒന്ന് LED ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മോഡേൺ ലുക്ക് ആയേനെ. കാരണം ഥാറിലൊക്കെ നമുക്ക് LED ടെയിൽ ലാമ്പ്സ് തന്നെയാണ് അതിൻ്റെ പുതിയ സെക്കൻഡ് ജനറേഷൻ മോഡൽ ഇറങ്ങിയപ്പോൾ മുതൽ, അതായത് 2020 മുതൽ തന്നെ കിട്ടുന്നത്. ആൻഡ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവർ ഈ വാഹനത്തിനകത്ത് പണ്ട് മുതലേ ഒരു കാരിയർ പോലത്തെ ഓപ്ഷൻ കൊടുത്തിരുന്നു. അത് സ്റ്റാൻഡേർഡായിട്ട് കിട്ടില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് അല്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്കൊന്ന് ഫോഗ് ലാമ്പ്സ്, TPMS, പിന്നെ അലോയ് വീൽസ്, പിന്നെ ഈ പറയുന്ന റൂഫ് കാരിയർ, അതുപോലെ നമുക്കൊരു വിൻഷീൽഡിൻ്റെ ഒരു ഗാർഡ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷണൽ ആക്സസറീസ് ഫോഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് ആ ഒരു ഓഫ് റോഡ് ലുക്ക് കിട്ടും ഈ ആക്സസറീസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ഇപ്പം ഇത് 5 ഡോർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ലെങ്ത്തിന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. എത്രയാണ് കൂടിയിരിക്കുന്നത് എന്നവർ ഇതുവരെ കറക്റ്റ് പറഞ്ഞിട്ടില്ല. കാരണം ഈ വാഹനം ജസ്റ്റ് ടീസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒഫീഷ്യലായിട്ട് ലോഞ്ച് ആയിട്ടില്ലല്ലോ. പക്ഷേ എന്തായാലും നേരത്തെ ഗൂർഖ എന്ന് പറയുന്നത് 3 ഡോർ ആയിരുന്നു. ഇതിനകത്ത് അഡീഷണൽ ഒരു ഡോർ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ആ ഒരു ട്രാക്സിൻ്റെ ഒക്കെ പഴയ ആ ഒരു ലുക്കിലേക്കാണ് പോയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഫ്രണ്ടും റിയറും ഒക്കെ കാണുമ്പം അത്യാവശ്യം അതിനേക്കാൾ ഇത്തിരി കൂടെ മോഡേൺ ആയിട്ടുള്ളൊരു ലുക്കായിട്ട് തോന്നും. പിന്നെ ബാക്കിലത്തെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാം. നല്ല വലിയ ഗ്ലാസ്സാണ് ബാക്കിലത്തെ പാസഞ്ചേഴ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഇൻറ്റീരിയറിലാണെങ്കിൽ പോലും പഴയ ഗൂർഖയുടെ ഇൻറ്റീരിയറാണ് നിങ്ങളിപ്പോൾ താഴെ കാണുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഇൻറ്റീരിയറാണ് ഇത്. ജെൻ1, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഗൂർഖയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ ഇമ്പ്രൂവ്ഡ് ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സെഗ്മെൻറ്റിൽ മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പം വളരെ മോശമാണ്. ഇപ്പോൾ താറൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റം, അതുപോലെ ഡാഷ്ബോർഡ് ഡിസൈനൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 ഡോർ താറിൻ്റെ അതിലും ബെറ്ററാണ്. ഇൻഫോടൈം സിസ്റ്റം 10 ഇഞ്ച് ആയിട്ടുണ്ട് 5 ഡോർ താറിൻ്റെ. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും 5 ഡോർ താറിൽ ആഡ് ആയിട്ടുണ്ട്. ഈ വാഹനം അങ്ങനെ നമ്മളൊരു ഫീച്ചേഴ്സിൻ്റെ പേരിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഫോഴ്സ് ഈ ഒരു വാഹനത്തിൽ പുതിയ വലിയ ഇൻഫോടൈം സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് 6.5 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആ ഒരു സ്പൈഡ് പിക്കിൽ നമുക്ക് ആ ഒരു വലുപ്പം കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ആയി സൈസ് എത്രയാണെന്ന് അറിയില്ല, സൈസ് കൂടിയിട്ടുണ്ടെന്നേ അറിയൂ. പിന്നെ താർ 5 ഡോർ ഒരു 5 സീറ്റർ വാഹനമാണെങ്കിൽ ഗൂർഖ 5 ഡോർ അങ്ങനെയല്ല. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. അതായത് നമുക്ക് ഫ്രണ്ടിൽ 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാപ്റ്റൻ സീറ്റ്സ്, സെക്കൻഡ് റോയിൽ ഒരു ഫുൾ ബെഞ്ച് സീറ്റാണ് വരുന്നത്. ആൻഡ് തേർഡ് റോയിലാണ് ഈ വാഹനത്തിന് നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സിൻ്റെ ഓപ്ഷൻ പിന്നെ കിട്ടുന്നത്.
അതൊരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ബാക്കിലത്തെ ഒരു നമ്മുടെ ബൂട്ടിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് നമ്മുടെ ക്യാപ്റ്റൻ സീറ്റ്സിലേക്ക് നല്ല ആക്സസ് കിട്ടും. നടുവിലത്തെ സീറ്റ് മടക്കിയൊന്നും കയറേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ സെക്കൻഡ് റോയിലെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മിഡിൽ റോയിലേക്കും കയറാൻ പറ്റും. അങ്ങനെ പ്രാക്ടിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ പോലും പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്കത് കുറച്ച് ഓഫായിട്ട് തോന്നും. കാരണം ഏറ്റവും ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് ക്യാപ്റ്റൻ സീറ്റും നടുവിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് ബെൻ സീറ്റും നമ്മളിതുവരെ കാണാത്ത ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ തന്നെ 7 സീറ്റർ മാത്രമല്ല 9 സീറ്റർ മോഡൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ്സ് ഉണ്ടല്ലോ, അതായത് സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് ബേസിക്കലി സൈഡ് ഫേസിങ് സീറ്റ്സ് ആയിരിക്കും 9 സീറ്റർ മോഡലിലൊക്കെ വരുന്നത്. അല്ലാണ്ട് അവർ ബാക്കിൽ ഒരു അഡീഷണൽ റൂം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. വണ്ടിയുടെ നീളം അനാവശ്യമായിട്ട് പിന്നെ കൂട്ടേണ്ടി വരും. കാരണം ലെഗ് സ്പേസ് ഉണ്ടാവില്ല. ഇപ്പോൾ നേരത്തെ ഇമേജിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഏറ്റവും ബാക്കിലത്തെ ഒരു ക്യാപ്റ്റൻ സീറ്റ്സ്, അവിടെ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് വലിയ സ്പേസ് ഒന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇനി ഇതൊന്നും അല്ലാണ്ട് ഈ വാഹനത്തിൻ്റെ ഒരു പിക്കപ്പ് വേർഷനും അവരിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഗൂർഖ തന്നെയാണ്, ആ സെയിം ഫ്രണ്ട് എൻഡാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ ബാക്കിലേക്ക് വരുമ്പോഴേക്കും സംഭവം 4 ഡോറാണ്. പക്ഷേ നമുക്ക് ബാക്കിൽ ആ ഒരു പിക്കപ്പിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത്. അതായത് ഒരു ലോഡിംഗ് ബേ പോലെയുണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ കനോപ്പിയൊക്കെ വെച്ച പോലെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് മൊത്തം സോഫ്റ്റ് ടോപ്പായിട്ട് കവേർഡാണ്. പക്ഷേ അവിടെ നമുക്ക് കാണാം റോൾ കേജ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി ഇത് പിക്കപ്പിൻ്റെ ഒരു യൂസിന് തന്നെയാണ് അവരിനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുന്നത്. അലോയ് വീൽസിൻ്റെ ഡിസൈനൊക്കെ ആയിരിക്കും നമ്മുടെ സെയിം ഗൂർഖ 5 ഡോർ പോലെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഡിസൈനിൽ നീളം എഗെയിൻ പിക്കപ്പ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് എന്ന് പറയാം. ഇത് ഇപ്പോഴൊന്നും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഗൂർഖ 5 ഡോർ അവർ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷമായി. ആ 3 ഡോർ ഇറക്കി 1 വർഷത്തിനുള്ളിൽ ടെസ്റ്റിംഗ് തുടങ്ങിയതാണ്. ഇപ്പോഴാണ് എന്നിട്ട് വണ്ടിയുടെ ടീസറെങ്കിലും കാണിക്കുന്നത്. വണ്ടി ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇനിയും ചിലപ്പോൾ 1 മാസമൊക്കെ എടുക്കുമായിരിക്കും ഇറങ്ങാൻ. പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഫോഴ്സിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ ട്രാവലറും അതുപോലെ ബസ്, കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ, ഈ വക സംഭവങ്ങളൊക്കെയാണ്. ഈ ഗൂർഖ എന്ന് പറയുന്നത് അവർ ജസ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ വണ്ടി ഉണ്ടാക്കാൻ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പാഷൻ പോലെ ചെയ്യുന്നു മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഗൂർഖ സീരീസിലുള്ള വണ്ടികളൊക്കെ വരാൻ ഇത്രയും ടൈം എടുക്കുന്നത്. അതിനുള്ള ഒരു സമയമാണ് നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു 2.6 ലിറ്റർ FMCR ഫോഴ്സ് മോട്ടോഴ്സ് കൗണ്ടർ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും ഈ ഒരു പുതിയ വരാൻ പോകുന്ന ഗൂർഖയുടെ റേഞ്ചിലും അവൈലബിൾ ആയിട്ടുള്ളത്. പണ്ട് ഇതിന് 90 bhp 250 Nm ടോർക്കേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ BS 6.2 കംപ്ലൈ ആകുമ്പോൾ അത് കുറയോ കൂടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നില്ല ഒരുപാട് അവർ കൂട്ടുമെന്ന്. പക്ഷേ ഈ 5 ഡോർ ഗൂർഖയിലൊക്കെ ശരിക്കും ഇത്തിരി കൂടെ പവറിൻ്റെ അഡ്വാൻറ്റേജ് വേണ്ടതാണ്. പ്രത്യേകിച്ച് പണ്ട് ഗൂർഖ എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു മോഡൽ ഫോഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് അവർ കൊടുത്തിരുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയുന്ന കേട്ടാൽ വിശ്വസിക്കില്ല. 140 bhp 320 Nm ടോർക്കും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ഗൂർഖയിൽ 90 bhp, മറ്റത് 140 bhp, 50 PS പവറാണ് നമുക്ക് വ്യത്യാസമായിട്ട് കാണാൻ പറ്റുന്നത്. 50 bhp എന്നൊക്കെ പറയുന്നത് നല്ല വ്യത്യാസമാണ്, പ്രത്യേകിച്ച് ഈ സൈസിലുള്ള ഒരു വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ വെയിറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 90 bhp എന്ന് പറയുന്ന വണ്ടിക്കൊന്നുമല്ല. പിന്നെ ഈ 2.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ വളരെ റിലയബിൾ ആണ്. അത് ഇഷ്ടംപോലെ അവിടെ നിന്ന് ഓടിക്കോളും. വലിയ സ്പീഡൊന്നും എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ 100 എത്താൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം വല്ലാണ്ട് വണ്ടി സ്ട്രെയിൻ പോകും എഞ്ചിന്, അത്രയും നിങ്ങൾ പുഷ് ചെയ്യുകയാണെങ്കിൽ. അല്ലാണ്ട് ഒരു 60 ആ റേഞ്ചിലൊക്കെ ഓടിക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഗൂർഖയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പറഞ്ഞിരുന്നത് അവരുടെ റൈഡ് ക്വാളിറ്റിയും സസ്പെൻഷൻ സെറ്റപ്പുമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിൽ കുറച്ച് കൂടുതൽ ബോഡി റോളൊക്കെ അനുഭവപ്പെടുമായിരുന്നു. എനിവേ അതാണ് നമ്മുടെ ഗൂർഖ 5 ഡോറിൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.